പുതിയ അധ്യയന വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി. വ്യാപാരശാലകളിലൊക്കെയും കുടയും ബാഗുകളുമടക്കം പഠനോപകരണങ്ങൾ വാങ്ങാൻ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വിലവർധനവ് ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. പുതിയ അധ്യയന വർഷം ആരംഭിക്കാൻ ഏതാനും ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പുതിയ കലാലയ വർഷത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങൾ ആരംഭിച്ചതോടെ സ്കൂൾ വിപണിയും സജീവമായി. കുടകൾ, ബാഗുകൾ, മഴക്കോട്ടുകൾ, നോട്ട്ബുക്കുകൾ, മറ്റു പഠനോപകരണങ്ങളൊക്കെയും വിപണി കീഴടക്കി കഴിഞ്ഞു. കുടകളിലും ബാഗുകളിലുമാണ് കുട്ടികളെ ആകർഷിക്കാൻ ഇത്തവണയും നിർമ്മാതാക്കൾ വ്യത്യസ്തമായി വിപണിയിലിറക്കിയിട്ടുള്ളത്. നോട്ട്ബുക്കുകളടക്കം മുൻവർഷങ്ങളെ അപേക്ഷിച്ച് ഇത്തവണ വിപണിയിൽ കാര്യമായ വിലവർധന ഉണ്ടായിട്ടില്ലെന്ന് വ്യാപാരികൾ പറയുന്നു. 1500 രൂപയ്ക്ക് ഒരു ബാഗ്, 8 ബുക്കുകൾ, അതുപോലെ അതിൻ്റെ അകത്ത് കുട, ഇൻസ്ട്രുമെന്റ് ബോക്സ്, ടിഫിൻ ബോക്സ്, സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ ഉൾപ്പെടെ പെൻസില് ഉൾപ്പെടെ ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. അത് കാര്യമായിട്ട് ജനങ്ങളിൽ നിന്ന് നല്ല പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. വസ്ത്രവ്യാപാരശാലകളിലും ചെരുപ്പ് കടകളിലും സ്കൂൾ വിപണി സജീവമായതോടെ തിരക്ക് വർദ്ധിച്ചിട്ടുണ്ട്. തയ്യൽ കടകളും സജീവമാണ്. വരുന്ന 3-4 ആഴ്ചയോളം സ്കൂൾ വിപണിയിലെ ഈ തിരക്ക് തുടർന്നേക്കുമെന്നാണ് വ്യാപാരികളുടെ പ്രതീക്ഷ. സ്കൂൾ തുറക്കുന്ന ദിവസമെടുക്കുന്നതോടെ തിരക്ക് ഇനിയും വർദ്ധിച്ചേക്കുമെന്നും വ്യാപാരികൾ കണക്ക് കൂട്ടുന്നു. ഒരു കുട്ടിക്ക് വേണ്ടുന്ന പഠനോപകരണങ്ങളത്രയും കിറ്റാക്കി നിശ്ചിത വിലയ്ക്ക് വിൽപ്പന നടത്തുന്ന രീതിയും ഇത്തവണത്തെ സ്കൂൾ വിപണിയിൽ ട്രെൻഡായി മാറിയിട്ടുണ്ട്. ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.